നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. കലോത്സവ പൂരത്തിന് കൊടിയേറി. ഇനി 5 നാൾ കൗമാര കലാപൂരം. തൃപ്പയാർ തേവരെ വണങ്ങാനായി രാമനെത്തി. തളിക്കുളത്തെ കുടിവെള്ള പദ്ധതി കായലോര നിവാസികൾ കുടിച്ചിരുന്നത് മലിനജലം. വാർത്തകൾ വിശദമായി നോക്കാം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആവേശത്തിന് തുടക്കം കുറിച്ച് പ്രധാന വേദിയായ സൂര്യകാന്തിക്ക് മുന്നിൽ കലോത്സവ കൊടി ഉയർന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ NSK ഉമേഷ് കൊടിമരത്തിൽ പതാക ഉയർത്തിയതോടെ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഔപചാരികമായ തുടക്കമായി. മന്ത്രി K രാജൻ, P ബാലചന്ദ്രൻ MLA എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിന് ചെമ്പൂക്കാവ് ഹോളി ഫാമിലി കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ ബാൻഡ് സെറ്റ് ഊർജം പകർന്നു. തൃശൂരിന്റെ സാംസ്കാരിക പൈതൃകവും 64ാം കലോത്സവവും 64 കലകളും എല്ലാം സൂചിപ്പിക്കുന്നതാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കൊടിമരം. കാലടി സംസ്കൃത സർവകലാശാലയിലെ ശില്പകലാ അധ്യാപകനും ഇരിഞ്ഞാലക്കുട സ്വദേശിയുമായ NR യദുകൃഷ്ണനാണ് കൊടിമരമൊരുക്കിയത്. 6 എന്ന അക്കത്തെ സൂചിപ്പിച്ച് വീണയും 4 എന്ന അക്കത്തിന്റെ പ്രതീകമായി പെയിന്റിംഗ് ബ്രഷും ആനക്കൊമ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ 64 കലകളെ സൂചിപ്പിച്ച് 64 ചിലങ്കമണികൾ കൊടിമരത്തിൽ അലങ്കരിച്ചിട്ടുണ്ട്. കലയും സംസ്കാരവും ഒരുമിച്ച് ചേരുന്ന ഈ കൊടിമരം കലോത്സവത്തിന്റെ ആത്മാവിനെ തന്നെ ദൃശ്യവൽക്കരിക്കുന്നതാണ്. 25 ദിവസത്തോളം എടുത്താണ് 22 അടിയോളമുള്ള കൊടിമരം നിർമ്മിച്ചത്. ADMT മുരളി, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ, മുൻ മന്ത്രി VS സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കലാകാരന്മാരെ മതത്തിന്റെ കണ്ണിലൂടെ കാണരുതെന്നും കലയാണ് അവരുടെ മതമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തേക്കിൻകാട് മൈതാനത്ത് 64ാമത് കേരള സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കലാകാരന്മാരെ മതത്തിന്റെ കണ്ണിലൂടെ കാണരുത്, കലാകാരന്മാരായി കാണുക, അതാണ് വേണ്ടത്. കലയാണ് അവരുടെ മതം എന്ന് കണക്കാക്കുക. മറ്റ് മതക്കാരുടെ കൂടി അനുഭൂതികൾ സ്വാംശീകരിക്കാനുള്ള വിശാല മനസ്സാണ് നമ്മെ പരിഷ്കൃതരും സമ്പന്നരുമാക്കുന്നത്. കലയെ മതത്തിന്റെ കള്ളിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നവർ ഇക്കാലത്തുമുണ്ട്. മുസ്ലിങ്ങൾ ഭരതനാട്യം പഠിക്കരുതെന്നും ഹിന്ദുക്കൾ ഒപ്പനയിൽ പങ്കെടുക്കരുതെന്നും പറഞ്ഞ് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് നാം കണ്ടതാണ്. നമ്മുടെ രാജ്യത്ത് കുട്ടികളുടെ ക്രിസ്മസ് കരോളിന്റെ നേരെ പോലും ആക്രമണം നടത്തുന്നത് നാം കണ്ടു. ചിലയിടങ്ങളിൽ ക്രിസ്മസിന്റെ അവധി എടുത്തു കളഞ്ഞ കാര്യവും നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ്. എവിടെയും മതത്തിന്റെ പേരിൽ കലാപമുണ്ടാക്കാൻ വർഗീയവാദികൾ ശ്രമിക്കും. ഇത്തരം കലാപകാരികളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള നല്ലൊരായുധം കൂടിയാണ് കല. അവരുടെ തെട്ടൂരങ്ങൾ കാറ്റിൽ പറത്തി പുതുതലമുറയിലെ പ്രതിഭാശാലികളായ നിങ്ങൾ ജാതിയോ മതമോ നോക്കാതെ കലകൾ അവതരിപ്പിക്കുക. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലാമാമാങ്കമായി കലോത്സവം വളർന്നു എന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ കരുത്ത് തെളിയിക്കുന്നുവെന്ന് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. ഈ മാസം 18 വരെ നീളുന്ന കലോത്സവം മതനിരപേക്ഷതയുടെയും വൈവിധ്യങ്ങളുടെയും മഹത്തായ ആഘോഷമാണ്. ഇത്തവണ ഉത്തരവാദിത്ത കലോത്സവമായാണ് നടപ്പിലാക്കുന്നത്. പ്ലാസ്റ്റിക് രഹിതവും ജങ്ക് ഫുഡ് വിമുക്തവുമായ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു മാതൃകാ മേളയാകണം ഇതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തദ്ദേശീയ കലകളെ കൂടി ഉൾപ്പെടുത്തി ഇത്തവണ കലോത്സവത്തെ നാം കൂടുതൽ ജനകീയമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വിവരസാങ്കേതിക വിദ്യയുടെ തേരിലേറി അതിൽ ആഘോഷം കണ്ടെത്തുന്ന ഒരു തലമുറയ്ക്ക് പകരമായി
മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിക്കാൻ കഴിയുന്ന, സഹജീവികളോടും ഉത്തരവാദിത്വത്തോടെ പെരുമാറാൻ കഴിയുന്ന തലമുറയെ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കലോത്സവം നടത്തുന്നതെന്നും സ്വാഗത പ്രസംഗത്തിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. ജീവിതം മുഴുവൻ കലാപ്രവർത്തനങ്ങളിൽ ഇടപെടാനുള്ള ഓർമ്മയാണ് ഓരോ കലോത്സവവും നൽകുന്നതെന്ന് മുഖ്യാതിഥിയായ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ഇന്ന് ലോക ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന കലോത്സവം വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസവും സൃഷ്ടിപരമായ കഴിവുകളും അച്ചടക്കവും കൂട്ടായ്മയുടെ മൂല്യങ്ങളും വളർത്തുമെന്നും കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം പുതിയ തലമുറയിലേക്ക് കൈമാറുന്നതിൽ ഈ ഉത്സവം നിർണായകമായ പങ്ക് വഹിക്കുന്നതായും മുഖ്യാതിഥിയായ കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമേളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ഓരോ വർഷവും നടക്കുന്ന ഈ ഗംഭീര ഉത്സവം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥിനികളുടെ പ്രതിഭകളെ തിളങ്ങി തെളിക്കുന്നു. പരിപാടിയിൽ വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി, പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, എംപിമാരായ കെ രാധാകൃഷ്ണൻ, ബെന്നി ബെഹനാൻ, കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, എംഎൽഎമാരായ പി ബാലചന്ദ്രൻ, എ സി മൊയ്തീൻ, യു ആർ പ്രദീപ്, കെ കെ രാമചന്ദ്രൻ, സനീഷ് കുമാർ ജോസഫ്, ഇ ടി ടൈസൺ, എൻ കെ അക്ബർ, സേവ്യർ ചിറ്റിലപ്പള്ളി, വി ആർ സുനിൽകുമാർ, മുരളി പെരുന്നെല്ലി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ സുധീഷ്, പത്മശ്രീ കലാമണ്ഡലം ഗോപി, പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, പത്മശ്രീ ഐ എം വിജയൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, കേരള ലളിതകലാ അക്കാദമി ചെയർപേഴ്സൺ മുരളി ചീരോത്ത്, സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ NSK ഉമേഷ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജനറൽ കൺവീനർ അഡീഷണൽ ഡയറക്ടർ RS ഷിബു, ഡെപ്യൂട്ടി ഡയറക്ടർ PM ബാലകൃഷ്ണൻ, ചലച്ചിത്ര താരം റിയ ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു. കലോത്സവത്തെ താളമേളങ്ങളോടെ വരവേറ്റ് പൂരനഗരി. ഒരു നിരയിൽ പാറമേക്കാവിന്റെ മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാരും സംഘവും, മറുവശത്ത് തിരുവമ്പാടിയുടെ മേളപ്രമാണി ചെറുശ്ശേരി കുട്ടന്മാരാരും സംഘവും. പാണ്ടിമേളം കൊട്ടിക്കയറുന്നതിനനുസരിച്ച് കൈകൾ വാനിലുയർന്നു, താളമിട്ടു. വർണ്ണക്കുടകൾ മാറി മാറി അണിനിരന്നു. മേളം മുറുകിയതോടെ ആലവട്ടവും വെഞ്ചാമരവും വാനിലുയർന്നു. തൃശൂർ പൂരത്തിന്റെ സ്ഥിരം സാന്നിധ്യമായ ടൈറ്റസ് ചേട്ടൻ പതിവ് പോലെ മാറി നിന്ന് താളമിട്ടു. മേടമാസ ചൂടെത്തും മുന്നേ തേക്കിൻകാടിൽ ഉത്സവാരവും ഉയർന്നു. പൂരങ്ങളുടെ നാട്ടിൽ പാണ്ടിമേളവും കുടമാറ്റവും ഒരുക്കിയാണ് പൂരനഗരി സംസ്ഥാന കലോത്സവത്തെ എതിരേറ്റത്. കുട്ടികൾക്കായി ഒരുക്കിയ മേളക്കാഴ്ചയെങ്കിലും പൂരപ്രേമികളും മേളപ്രേമികളും നേരത്തെ തന്നെ ഇടം പിടിച്ചു. മേളങ്ങളുടെ പ്രമാണിമാർ നയിച്ച പാണ്ടിമേളത്തിൽ 2 വിഭാഗങ്ങളിലുമായി 101 വാദ്യ കലാകാരന്മാർ താളവിസ്മയം തീർത്തു. കുഴലിൽ വെളപ്പായ നന്ദനും, ബീക്കം ചെണ്ടയിൽ പെരുവനം ഗോപാലകൃഷ്ണനും, ഇലത്താളത്തിൽ ഏഷ്യാഡ് ശശിമാരാരും, കൊമ്പുവാദ്യത്തിൽ മച്ചാട് മണികണ്ഠനും മേളം നയിച്ചു. 64ാമത് കലോത്സവമായതിനാൽ 64 വർണ്ണക്കുടകൾ കുടമാറ്റത്തിൽ അണിനിരന്നു. പൂരങ്ങളുടെ നാട്ടിലെ കലോത്സവത്തിന് മേളപ്പെരുക്കത്തോടെ ആരംഭമായി. അപകടത്തെ തുടർന്ന് ശരീരം തളർന്നെങ്കിലും പ്രായമായ മാതാവിനെ സംരക്ഷിക്കാനും തന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകാനും മൊബൈൽ ഫോണുകൾ റീചാർജ് ചെയ്തു നൽകി തുച്ഛമായ വരുമാനം കൊണ്ട് കഠിന പ്രയത്നം നടത്തുകയാണ് തൃശൂർ മണലൂർ കാരമുക്ക് സ്വദേശിയായ അഖിൽ എന്ന 33-കാരൻ. 2000 രൂപയുടെ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു കൊച്ചുമുറിയിൽ നിന്നും ഇറങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയിൽ സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് കൂപ്പൺ അച്ചടിച്ചിറക്കി നിരാലംബരായ അമ്മയ്ക്കും മകനും വീടൊരുക്കാനുള്ള കഠിന ശ്രമത്തിലാണ്. വിദേശത്തായിരുന്ന അഖിൽ കൊറോണ സമയത്ത് ജോലി നഷ്ടമായതിനെ തുടർന്ന് നാട്ടിലെത്തി സുഹൃത്തുമൊത്ത് പെട്ടിവണ്ടിയിൽ മീൻ കച്ചവടം നടത്തുകയായിരുന്നു. 3 വർഷം മുമ്പ് നടന്ന ബൈക്ക് അപകടത്തിൽ അഖിലിന്റെ ശരീരം പൂർണ്ണമായി തളർന്നു. നാട്ടുകാരുടെയും സുമനസ്സുകളുടെയും കാരുണ്യത്തിൽ ചികിത്സ. ഇപ്പോൾ കൈവിരലുകൾ ചെറുതായി അനക്കാൻ സാധിക്കും. സമീപ പ്രദേശങ്ങളിലെ സന്നദ്ധ പ്രവർത്തകർ ഫിസിയോതെറാപ്പി അടക്കം സൗജന്യമായി നൽകി അഖിലിനെ തിരികെ ജീവിതത്തിലേക്ക് കരകയറ്റാൻ പ്രയത്നിച്ചു. ഇലക്ട്രിക് വീൽചെയറും ലഭിച്ചു. വീട്ടുപണികൾക്ക് പോയിരുന്ന അഖിലിന്റെ അമ്മ അംബുജത്തിന് മകനെ ശുശ്രൂഷിക്കാൻ നിൽക്കേണ്ടതിനാൽ തുടർന്ന് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയായി. തുടർന്ന് നിത്യജീവിതത്തിനുള്ള ചെലവിനായി അഖിൽ മൊബൈൽ റീചാർജിംഗ് ആരംഭിച്ചു. സേവനം ആവശ്യമില്ലെങ്കിൽ കൂടി അഖിലിന് താങ്ങാകാൻ സുഹൃത്തുക്കൾ ഒപ്പം നിന്നു.
ഇതിൽ നിന്നും 6,000 രൂപയോളം അഖിലിന് മാസം സ്വന്തം പ്രയത്നത്തിൽ ലഭിച്ചു. ഏകദേശം ആക്സിഡന്റ് പറ്റി ഒരു 2 വർഷത്തോളം വീട്ടിൽ തന്നെയായിരുന്നു. ഈ കാണുന്ന ചുമരുകൾക്കുള്ളിൽ തന്നെയായിരുന്നു എൻ്റെ ജീവിതം. അപ്പോൾ പുറത്തോട്ട് പോകണമെങ്കിൽ ആരെങ്കിലും ആശ്രയിച്ച് മാത്രമായിരുന്നു ഞാൻ പുറത്തോട്ട് പോയിരുന്നത്. പിന്നീട് എൻ്റെ ചികിത്സ സഹായ കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും കൂടി ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു വീൽ ചെയർ ഉണ്ടെങ്കിൽ എനിക്ക് പോവാന്ന്. ഞാൻ അവരോട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അത് പ്രകാരം ഇവിടെ ഒരു ചേട്ടൻ, ഷാബു എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ, അവരുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, ഓബീസ് ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷനിലൂടെ എനിക്കൊരു വീൽ ചെയർ കിട്ടി. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ പുറത്തോട്ടും ഒക്കെ പോകാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ മാറ്റങ്ങൾ എനിക്കും ഉണ്ട് മാനസികമായിട്ട്. കാരണം ഈ ചുമരുകൾക്കുള്ളിലല്ല എൻ്റെ ജീവിതം തിരിച്ചറിഞ്ഞത് തന്നെ ഈ ഒരു വീൽ ചെയർ കിട്ടിയപ്പോഴാണ്. കാരണം എനിക്ക് പഴയതുപോലെ എൻ്റെ കൂട്ടുകാരന്മാരുടെ അടുത്തോട്ടൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എനിക്ക് ആ സമയത്തൊന്നും ഓർമ്മയില്ല. പിന്നീട് കുറച്ച് നാള് മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് എടുത്തു. പിന്നീടാണ് മനസ്സിലായത് സ്പൈനൽ കോഡിനാണ് ഇഞ്ചുറി പറ്റിയതെന്നല്ല. അതിനുശേഷം എൻ്റെ അരയ്ക്ക് താഴെ തളർന്നു. അതുപോലെ കൈകൾക്ക് സ്വാധീനക്കുറവുണ്ടായി. എന്നാലും ഒരുപാട് നല്ല ആൾക്കാരുടെ സഹായം ഉണ്ടായത് കൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. പിന്നീട് ഫിസിയോന് വേണ്ടിയിട്ട് കോയമ്പത്തൂർ പോയി. ചെറിയ രീതിയിൽ മൊബൈൽ റീചാർജും പിന്നെ ലോട്ടറി കച്ചവടമൊക്കെ ഉണ്ട്. അങ്ങനെ എന്നിരുന്നാലും ഈ ഒരു വാടക വീട്ടിൽ നിന്ന് ഇപ്പോൾ ഈ വീടിന്റെ ഉടമസ്ഥൻ ഒഴിയാൻ പറഞ്ഞുള്ളൊരു അവസ്ഥയാണ്. ഇനി ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. 2,000 രൂപ വാടകയ്ക്ക് ഏതാനും വർഷങ്ങളായി താമസിച്ചു വന്നിരുന്ന ഇടം ഇതിനെ വീടെന്നും വിളിക്കാം. ഒരു വീടിന്റെ പുറകുവശത്ത് ഒരു തൊഴുത്തിന്റെ വലിപ്പം പോലുമില്ലാത്ത ഒരു ചെറിയ സ്റ്റോർ റൂമിന് സമാനമായ ഇടം. അവിടെയാണ് അഖിലും കുടുംബവും താമസിക്കുന്നത്. വീട്ടുടമസ്ഥർ ഒഴിയണമെന്ന് നിബന്ധന വച്ചതോടെ പെരുവഴിയിൽ ആകുന്ന അവസ്ഥയിൽ അഖിലിനെ സഹായിക്കാനും നാട്ടുകാരെത്തി. മണ്ണൂർ പഞ്ചായത്തിലെ കാരമുക്ക് പ്രദേശത്ത് അഖിൽ എന്ന ഒരു ചെറുപ്പക്കാരൻ 3 വർഷം മുമ്പ് വൈകിട്ട് ബൈക്കിൽ വരുമ്പോൾ ഒരു അപകടം സംഭവിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ശരീരം പൂർണ്ണമായി തളർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ആ 3 വർഷം മുമ്പ് മാരകമായിട്ടുള്ള അപകടം പറ്റിയ അഖിലിനെ ചികിത്സിക്കുന്നതിന് വേണ്ടി വലിയ സംഖ്യ ആവശ്യമായി വന്നപ്പോൾ ആ പ്രദേശത്തെ 50ഓളം വരുന്ന കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള വ്യക്തികൾ ചേർന്ന് ഒരു ചികിത്സാ സഹായ സമിതി ഉണ്ടാക്കുകയും ആ ചികിത്സാ സഹായ സമിതി കേരളത്തിലെയും പുറത്തും വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ച് ആ ചെറുപ്പക്കാരൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് താമസിക്കാൻ ഒരു വാടക വീട് എടുത്തു കൊടുക്കുകയും അദ്ദേഹത്തെ പരിചരിക്കുന്നതിന് വേണ്ടി ഒരു ഹോം നേഴ്സിന്, പ്രായമായിട്ടുള്ള അമ്മയാണ്, അച്ഛൻ ക്യാൻസർ രോഗിയാണ്, അതുകൊണ്ട് ആ ഒരു ഹോം നേഴ്സിനെ വീട്ടിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്ന വാടക വീട് ഒരു വീടിൻ്റെ സ്റ്റോർ റൂമിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ആ വീട് ഒഴിയണമെന്ന് ആ വീട്ടുകാർ ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായി ആ കമ്മിറ്റി വീണ്ടും യോഗം ചേർന്ന് ആ അഖിൽ എന്ന ചെറുപ്പക്കാരൻ ഒരു വീട് പണിയുന്നതിന് വേണ്ടി സ്ഥലം വാങ്ങി വീട് പണിയാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയും 1 മാസം മുമ്പ് കമ്മിറ്റി കൂടി ഒരു സമ്മാന കൂപ്പൺ പുറത്തിറക്കി ഈ മാസം 31-ന് അതിന് നറുക്കെടുപ്പ് നടത്തി ആ സംഖ്യ കൊണ്ട് ഒരു വീട് പണിയാനും സ്ഥലം വാങ്ങാനുമുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. സ്ഥലം ഞങ്ങളിപ്പോൾ 5 സെന്റ് ഭൂമി വില കൊടുത്ത് വാങ്ങാൻ വേണ്ടി കരാർ എഴുതുകയും 2,20,000 രൂപയ്ക്ക് കരാർ എഴുതി അതിൻ്റെ പ്രവർത്തനം നടന്നു വരികയാണ്. ഈ മാസം 31 നടക്കുന്ന നറുക്കെടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ ചെറുപ്പക്കാരന് ഒരു വീട് പണിയുന്നതിന് വേണ്ടിയുള്ള സ്ഥലമുണ്ടാവുകയും വീട് പണിയാൻ ആവശ്യമായിട്ടുള്ള തുടക്കം കുറിക്കാൻ കഴിയുകയും ചെയ്യുമെന്നാണ്. ജാതിയോ രാഷ്ട്രീയമോ നോക്കാതെ അവർ അഖിലിന് വേണ്ടി ഒരു സമ്മാന കൂപ്പണും പുറത്തിറക്കി. 10 ലക്ഷത്തിലധികം രൂപ വരുന്ന സ്ഥലത്തിന് അഡ്വാൻസും കൊടുത്തു. വീട് പണിയാനും സ്ഥലം രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനുമുള്ള തുകയ്ക്കായി നാട്ടുകാർ സമ്മാന കൂപ്പൺ പുറത്തിറക്കി കഠിന പ്രയത്നത്തിലാണ് ഒരു കൂട്ടം ആളുകൾ. സ്വന്തമായ ഒരു ഭവനവും പ്രായമായ മാതാവിനെ പോറ്റാൻ തളർന്നിരിക്കുന്ന അവസ്ഥയിലും മനസ്സാന്നിധ്യം നഷ്ടപ്പെടാത്ത അഖിലിന് ഒരു വരുമാന മാർഗവും കൂടി ചെയ്തു കൊടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആഗ്രഹവും. ചന്ദ്രാപിന്നി തലാപുരം പെരുമ്പടപ്പ് ദേശത്ത് അതിപുരാതനമായ ഭുവനേശ്വരി ഭദ്രകാളി ക്ഷേത്രകുളത്തിൽ മാംസാവശിഷ്ടങ്ങളും ശുചിമുറി മാലിന്യവും തള്ളിയ ക്ഷേത്രത്തിന് സമീപത്തുള്ള ഹോട്ടലിന്റെ ലൈസൻസ് റദ്ദാക്കണമെന്നും ഹോട്ടൽ ഉടമയ്ക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ഹിന്ദു ഐക്യവേദി എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. വർഷങ്ങളായി ക്ഷേത്രക്കുളം എടത്തിരുത്തി പഞ്ചായത്ത് അധികൃതർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ ഭാഗമായി ക്ഷേത്രക്കുളം വെട്ടിവൃത്തിയാക്കാൻ പഞ്ചായത്ത് അധികൃതർ തടസ്സം നിൽക്കുകയാണ്. ഇതിന്റെ മറവിലാണ് ഹോട്ടലിന്റെ മാലിന്യങ്ങൾ ക്ഷേത്രക്കുളത്തിൽ തള്ളുന്നത്. ഹോട്ടലിനെതിരെ ശക്തമായ നിയമ നടപടികൾ പഞ്ചായത്ത് സെക്രട്ടറിയും ആരോഗ്യവകുപ്പും എടുക്കണമെന്ന് ഹിന്ദു ഐക്യവേദി കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രസിഡന്റ് ജ്യോതിബാസ് തേവർക്കാട്ടിൽ ആവശ്യപ്പെട്ടു. ജില്ലാ സെക്രട്ടറി രാജേഷ് പെരിഞ്ഞനം, സുനിൽ കല്ലിങ്ങൽ, രമേശ് PV, സുധീർ പള്ളിപ്പറമ്പിൽ എന്നിവരും സംസാരിച്ചു.
കണ്ടശങ്കടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്തിനോസിന്റെ തിരുനാൾ ഭക്തിനിർഭരമായി ആഘോഷിച്ചു. രാവിലെ 10 മണിക്ക് നടത്തിയ ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് അതിരൂപത ചിൽഡ്രൻസ് മിനിസ്ട്രി ഡയറക്ടർ ഫാദർ പോൾ മുട്ടത്ത് മുഖ്യ കാർമ്മികനായി. അസിസ്റ്റന്റ് വികാരി ഫാദർ അജിത് ചിറ്റിലപ്പള്ളി സഹകാർമ്മികനായിരുന്നു. DBC LC അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സനൽ മാളിയേക്കൽ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 4:30 നടത്തിയ കുർബാനയ്ക്ക് ഫാദർ ജിക്സൺ മാളോക്കാരൻ നേതൃത്വം നൽകി. തുടർന്ന് പൊൻകുരിശുകളും മുത്തുകുടകളുമായി നടന്ന പ്രദക്ഷിണത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. തിരുനാളിനോടനുബന്ധിച്ച് 14 വൈകിട്ട് 7 വള്ളുവനാട് ബ്രഹ്മ അവതരിപ്പിക്കുന്ന പകലിൽ മറഞ്ഞിരുന്നൊരാൾ എന്ന നാടകം പ്രദർശിപ്പിച്ചു. വികാരി ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ അജിത് ചിറ്റിലപ്പള്ളി, ട്രസ്റ്റിമാരായ ജെയ്സൺ പോൾ, ജിൻഡോ ചാലിശ്ശേരി, BK വിൻസൻ, ജനറൽ കൺവീനർ CJ ജോൺ, PRO ബൈജു ജോർജ്, സിജോ മാത്യു, ജോയ് പുത്തഞ്ചിറ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്ര. വീണ്ടും വാർത്തകൾ നോക്കാം. വാടനപ്പള്ളി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കട്ടിലുകൾ വിതരണം ചെയ്തു. തൃത്തല്ലൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഹേമലത പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റെജിന രാജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MS സുജിത്ത്, CB സുനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈജ ഉദയകുമാർ, ഷാലി സുധീർ, ശ്രുതി അജിത്ത്, B മുരളീധരൻ, ശ്രീജ സുജിത്ത്, ICDS സൂപ്പർവൈസർ ദീപ്തി എന്നിവർ സംസാരിച്ചു. 2.5 ലക്ഷം രൂപ ചെലവഴിച്ച് 67 പേർക്കാണ് കട്ടിലുകൾ വിതരണം ചെയ്തത്. 25-26 സാമ്പത്തിക വർഷത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. കഴിഞ്ഞ പഞ്ചായത്തിൻ്റെ ഘട്ടത്തിൽ നടത്തിയിട്ടുള്ള പരിപാടികളാണ്. ഇപ്പോൾ അത് ഇലക്ഷനൊക്കെ കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അന്ന് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ഇങ്ങനൊരു പരിപാടി ഇപ്പോൾ സംഘടിപ്പിക്കേണ്ടി വന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ ഭരണസമിതി നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൂടി കഴിഞ്ഞ ഭാഗത്ത് മെമ്പർമാർ കൂടി പങ്കെടുക്കുകയാണെങ്കിൽ അത് ഇത്തിരി കൂടി നന്നായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവരെയും കൂടി അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ പരിപാടി. പക്ഷേ അവർ പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഇത്തരത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇനിയും കഴിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് പതിവ് തെറ്റിക്കാതെ ശ്രീരാമനെ വണങ്ങുവാനായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തി. നീരുകാലം കഴിഞ്ഞ് പുതിയ ഉത്സവ സീസണ് മുന്നോടിയായാണ് രാമൻ തൃപ്പയാർ ശ്രീരാമനെ തൊഴുത് വണങ്ങാനായി ബുധനാഴ്ച ക്ഷേത്രത്തിൽ എത്തിയത്. പുലർച്ചെ 5:30 ക്ഷേത്ര ആനക്കൊട്ടിലിൽ എത്തിയ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കാത്ത് നിരവധി പേരാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരുന്നത്. രാവിലെ 6:30 ശീവേലി എഴുന്നള്ളിപ്പിൽ തേവരെ ശിരസിലേറ്റി രാമൻ തലയെടുപ്പോടെ നടന്നു. എല്ലാ വർഷവും നീരുകാലം കഴിഞ്ഞ് തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തി തേവരെ വണങ്ങിയിട്ടാണ് ഉത്സവങ്ങളിൽ പങ്കെടുക്കാറുള്ളത്. കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ നാട്ടാനകളിൽ ഒന്നാമനാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ളതും രാമനാണ്. നിരവധി ആരാധകരാണ് രാമനെ കാണുവാനും ചിത്രങ്ങൾ പകർത്തുവാനും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. 7 മണിയോടുകൂടി രാമൻ തിരിച്ചുപോയി. ഇനിയങ്ങോട്ട് ഈ ഉത്സവകാലങ്ങളിൽ രാമൻ ഉണ്ടാകും, തലയെടുപ്പോടുകൂടി. വാടനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 122ാം വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു.
മണലൂർ MLA മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്തു. സ്കൂളിൻ്റെ പ്രശസ്തി അതിൻ്റെ വളർച്ചയും കഴിയുന്നില്ല. അവിടെ പഠിക്കുന്ന നിങ്ങളാണ്, കുട്ടികളാണ് ഈ സ്കൂളിൻ്റെ സമ്പത്ത്. അത് നിങ്ങളുടെ പഠനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇക്കാര്യത്തിൽ കഴിഞ്ഞ 10-15 വർഷമായി SSLC 100% ലീവ് നേടിക്കൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോയിരുന്നത്. ഇത് സർക്കാർ സ്കൂളാണെന്നുള്ള അറിയില്ല. അത് ഏതൊരു സ്കൂളിലോ മറ്റൊരു സ്കൂളോ അല്ല. സർക്കാർ സ്ഥാപനം തുടർച്ചയായി 100% വിജയം നേടുമെന്ന് പറയാം. വിജയം നേടുന്നതിൽ കുട്ടികളുടെ വലിയ പങ്കുണ്ട്, അധ്യാപകരുടെ വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്, PTA-യുടെ പങ്കുണ്ട്, തദ്ദേശ സ്ഥാപനങ്ങളുടെ വിജയങ്ങളുടെ പങ്കുണ്ട്, സർക്കാരിൻ്റെ പങ്കുണ്ട്, സമൂഹത്തിന് പത്രമാധ്യമങ്ങൾ എല്ലാവരും ഒത്തിരി വിശ്വസിക്കുമ്പോഴാണ് ഒരു നേട്ടം ഉണ്ടാവുന്നത്. ഐക്യമത്യം മഹാബലം അത് ചൊല്ലു തന്നെയാണ്. എല്ലാവരും ഒരുമിച്ച് നമുക്ക് നേടാൻ കഴിയാത്ത ഒന്നുമില്ല. ജില്ലാ പഞ്ചായത്ത് അംഗം PI സജിത അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി മുഖ്യാതിഥിയായിരുന്നു. ഈ വർഷം വിരമിക്കുന്ന അധ്യാപികമാരായ റീന ജോർജ്, KP സുസ്മിത, ഷീജ, B ബിന്ദു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പ്രിൻസിപ്പൽ PM കണ്ണൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ CM നൌഷാദ്, ഷൈന മുഹമ്മദ്, PTA പ്രസിഡന്റ് RA ഷെരീഫ്, PTA വൈസ് പ്രസിഡന്റ് സൗമ്യ സുനിൽകുമാർ, MPTA പ്രസിഡന്റ് RM സുൽഫത്ത്, OSA പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ അറക്കൽ, OSA സെക്രട്ടറി RK മുഹമ്മദ് അലി, സ്കൂൾ വികസന സമിതി ചെയർമാൻ BB അഹമ്മദ്, വൈസ് പ്രിൻസിപ്പാൾ BM ഹനീഫ, രാജേന്ദ്രൻ, മീര P മാത്യു, BR സ്മിത, KB അമീൻ മുഹമ്മദ്, BY അഫ്ഷിൻ ഫാത്തിമ എന്നിവർ സംസാരിച്ചു. പട്ടാളക്കാർ ഈ കാർഗിൽ യുദ്ധത്തിൽ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തു. മരണഭയമല്ല തോന്നുന്നത്, തിരിച്ചടിക്കാനുള്ള ആത്മവീര്യവും ലക്ഷ്യം പിടിച്ചെടുക്കാനുള്ള ആവേശവുമാണ്. BJP കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വലപ്പാട് പഞ്ചായത്തിൽ ഉണ്ടായിരുന്നുവെന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പോടെ അത് പരസ്യമായെന്നും LDF വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു. അതിന്റെ ഭാഗമായാണ് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ പറയുന്ന DCC സെക്രട്ടറിയുടെ സംഭാഷണം പുറത്തായത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1387 വോട്ട് വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ LDFന് ലീഡുണ്ട്. എന്നാൽ ജില്ലാ പഞ്ചായത്തിലേക്ക് 21 വോട്ടിന് LDF പിറകിലായി. LDFന്റെ വോട്ട് കുറഞ്ഞിട്ടല്ല ഇത് സംഭവിച്ചത്. പകരം 2364 വോട്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് BJP കോൺഗ്രസിന് നൽകി. ഇതിനെ കോൺഗ്രസ് BJP കൂട്ടുകെട്ട് വ്യക്തമാക്കുന്നു. 1, 2, 15, 16, 17 വാർഡുകളിൽ കൂട്ടുകെട്ടുണ്ടായി. ജില്ലാ പഞ്ചായത്തിൽ BJP കോൺഗ്രസിനെയും സഹായിച്ചു. ഇടതുപക്ഷത്തിന് അവകാശപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ലഭിക്കാതിരിക്കാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും മത്സരിച്ച മുഴുവൻ BJP അംഗങ്ങളെയും വിജയിപ്പിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. അതുവഴി BJPക്ക് അർഹതയില്ലാത്ത ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ലഭിക്കാൻ അവസരമുണ്ടാക്കുകയും LDFന് അർഹതപ്പെട്ട ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി BJPയുമായി കൂട്ടുചേർന്ന കുറുക്കുവഴിയിലൂടെ നേടിയെടുക്കുകയുമാണ് കോൺഗ്രസ് ചെയ്തത്. കോൺഗ്രസിന്റെ ജനവിരുദ്ധവും വഞ്ചനാപരവുമായ നയങ്ങൾക്കും ഭൂരിപക്ഷ വർഗീയവാദികളെ ഊട്ടിവളർത്തുന്ന നിലപാടുകൾക്കുമെതിരെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പ്രതിഷേധിക്കണമെന്നും UDFുമായി കുതിരക്കച്ചവടം നടത്തി തങ്ങൾക്ക് അർഹതയില്ലാത്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കരസ്ഥമാക്കിയ BJP ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്നും LDF വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ VR ബാബു, AG സുഭാഷ്, TS മധുസൂദനൻ, BA രാമദാസ് എന്നിവർ തൃപ്പയാറിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ ജനങ്ങൾ അംഗീകാരം നൽകാത്ത അല്ലെങ്കിൽ മാൻഡേറ്റ് നൽകാത്ത ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഏകപക്ഷീയമായി BJPക്ക് ദാനം ചെയ്യുന്ന നാണം കെട്ട നടപടിയാണ് UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ പല വാർഡുകളിലും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള BJP UDF ബന്ധം ഉണ്ടായിട്ടുണ്ട്. ആ 3 സീറ്റിൽ വേണമെങ്കിൽ UDF മത്സരിച്ചാൽ 2 പേരെ നിഷ്പ്രയാസം ജയിപ്പിക്കാൻ കഴിയും. അവരെ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്തേയില്ല. അതിൻ്റെ ഭാഗമായി 3 BJPയുടെ സ്ഥാനാർത്ഥികൾ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. BJP കൂട്ടിയതുകൊണ്ട് LDFന് അവകാശപ്പെട്ട ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് വോട്ട് ചെയ്തു. ഞങ്ങളുടെ മെമ്പറെ ധനകാര്യത്തിലേക്ക് മാറ്റി. ഇനി അങ്ങനെ മാറിയാലും
UDF വേണമെങ്കിൽ ഈ ചേവാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് 2 പേരെ ജയിപ്പിച്ചാൽ അവിടെയും പുരുഷനിക്കും ഇത് കിട്ടും. അവിടെ മത്സരിക്കാത്തതിന്റെ കാരണം BJPയുമായി ഉണ്ടാക്കിയ ഈ അവിശുദ്ധമായ സഖ്യത്തിന്റെ ഭാഗമായി ഏകപക്ഷീയമായി വലപ്പാട് ഗ്രാമപഞ്ചായത്തിന് ഒരു വർഗീയത നിലനിൽക്കുന്ന ഭൂരിപക്ഷ വർഗീയത സഹായിക്കുന്ന നിലപാടാണ് UDF സ്വീകരിച്ചിട്ടുള്ളത്. അമീബിക് മസ്തിഷ്ക ജ്വരം പോലെ വെള്ളവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഇക്കാലത്ത് 2 വർഷമായി ഒരു പ്രദേശത്തെ ജനങ്ങൾ കുടിച്ചിരുന്നത് മലിനജലം. തളിക്കുളം പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഗുരുതരമായ പരാതി പുറത്തു വന്നിരിക്കുന്നത്. പഞ്ചായത്തിന്റെ പ്രാദേശിക കുടിവെള്ള പദ്ധതിയിൽ നിന്ന് തളിക്കുളം പുളിയന്തുരുത്ത് പുലാമ്പുഴ നിവാസികൾ കുടിച്ചിരുന്നത് മലിനജലമാണെന്നാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം. 2024 ഫെബ്രുവരിയിലാണ് പുതുക്കുളങ്ങരയിലെ കിണർ ഉപയോഗിച്ച് കായലോരമായ പുളിയന്തുരുത്ത് പുലാമ്പുഴ മേഖലയിലേക്ക് പൈപ്പ് ലൈൻ വഴി കുടിവെള്ളം വിതരണം ചെയ്യുന്ന പദ്ധതി ആരംഭിച്ചത്. എന്നാൽ 2 വർഷത്തോളമായിട്ടും കിണർ ക്ലോറിനേഷൻ നടത്താനോ ജലസംഭരണി ശുചീകരിക്കാനോ വെള്ളത്തിന്റെ pH മൂല്യം പരിശോധിക്കാനോ അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന പുതിയ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ 4-ാം വാർഡിൽ നിന്നുള്ള നീന സുഭാഷാണ് ചൂണ്ടിക്കാട്ടിയത്. ചൊവ്വാഴ്ച രാത്രി ടാപ്പുകളിലൂടെ ചെളിവെള്ളം വരുന്നതായി നാട്ടുകാർ പരാതിപ്പെടുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ബുധനാഴ്ച രാവിലെ തളിക്കുളം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടാങ്ക് തുറന്ന് ശുചീകരിച്ചു. മാലിന്യവും ചെറിയ കല്ലുകളും കെട്ടിക്കിടന്ന മലിനജലം ഒഴുക്കിക്കളയുന്ന വാൽവ് അടഞ്ഞ നിലയിലായിരുന്നു. തുടർന്ന് ശുചീകരിച്ച ക്ലോറിനേഷൻ നടത്തുകയും വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്കായി അയക്കാനും നടപടിയായി. ശുചീകരണത്തെ തുടർന്ന് ഉച്ചയ്ക്ക് 2 മുതൽ ജലവിതരണം പുനരാരംഭിച്ചു. വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ നീന സുഭാഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് മുജീബ്, ആശാപ്രവർത്തക മിനി എന്നിവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS റഹ്മത്തുള്ള, അംഗങ്ങളായ സ്മിത്ത് EVS, സഹീദ സിറാജ് എന്നിവരും എത്തിയിരുന്നു. 15 ദിവസം കൂടുമ്പോൾ ക്ലോറിനേഷൻ നടത്താനും അതിന്റെ രജിസ്റ്റർ സൂക്ഷിക്കാനും നിർദ്ദേശം നൽകിയതായി നീന സുഭാഷ് പറഞ്ഞു. കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 1 മാസം കഴിഞ്ഞിട്ടും പ്രശ്നത്തിന് പരിഹാരം കാണാത്തതിൽ വാർഡ് അംഗത്തിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഓഫീസിൽ കയറി വളഞ്ഞ വീട്ടമ്മമാരുടെ പ്രതിഷേധം. നടുവിൽക്കര പാലം പരിസരത്തെ കുടുംബങ്ങളാണ് സഹികെട്ട് കുടിവെള്ളത്തിനായി സമരരംഗത്തിറങ്ങിയത്. പാലത്തിന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് കുടിവെള്ളക്ഷാമം രൂക്ഷം. മാസങ്ങളായി കനോലി പുഴയുടെ തീരദേശത്ത് താമസിക്കുന്ന 23 കുടുംബങ്ങൾ കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുകയാണ്. മുറവിളിയെ തുടർന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ 150 മീറ്ററോളം ദൂരത്തിൽ മുൻ പഞ്ചായത്ത് അംഗം CM നിസാറിന്റെ സഹായത്തോടെ പൈപ്പ് സ്ഥാപിച്ചിരുന്നു. ഇതോടെ ടാപ്പുകളിൽ വെള്ളം എത്തിയിരുന്നു. എന്നാൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പിന്നീട് ടാപ്പുകളിൽ വെള്ളം എത്തിയിട്ടില്ല. ഇതോടെയാണ് പ്രദേശത്തെ കുടുംബങ്ങൾ വീണ്ടും വലഞ്ഞത്. നട്ടം തിരിഞ്ഞ വീട്ടമ്മമാർ വാർഡംഗം റെജിന രാജുവിന്റെ നേതൃത്വത്തിൽ തളിക്കുളം കച്ചേരിപ്പടിയിലെ വാട്ടർ അതോറിറ്റി ഓഫീസിൽ എത്തി പ്രതിഷേധിക്കുകയായിരുന്നു. ഓഫീസിൽ കയറി ഉദ്യോഗസ്ഥയെ വളഞ്ഞു. 12-ാം വാർഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. തളിക്കുളത്തിൻ്റെയും മാടാനപ്പള്ളിയുടെയും സെൻറ്ററിലായിട്ട് ഞങ്ങളുടെ വീട്. പുഴയോരത്ത് മായാ നദിയുടെ സൈഡിലായിട്ട് ഞങ്ങളുടെ വീട്. ഇവിടെ കുറേ നാളായിട്ട് വെള്ളം വന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ കുറേ 10-23 കുടുംബത്തിനാണ് തീരെ വെള്ളം കിട്ടാത്തത്. പിന്നെ ഇലക്ഷൻ്റെ സമയത്ത് കുറച്ച് നാൾ ഞങ്ങൾക്ക് വെള്ളം കിട്ടി. 2-3 ദിവസം അടുപ്പിച്ച് വെള്ളം വന്നു. ഇപ്പം തീരെ വെള്ളം വരുന്നില്ല. 650 രൂപ കൊടുത്തിട്ടാണ് വെള്ളം അടിക്കുന്നത്. അതൊരു 3-4 ദിവസം കഴിഞ്ഞ് അത് കഴിഞ്ഞു. പിന്നെ അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് ഈ സാധാരണക്കാരായ ഞങ്ങൾ പൈസ കൊടുത്തിട്ട് വെള്ളം മേടിക്കുന്നുണ്ട്. അതിന് ബാക്കി അരി സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു വിഷമമുണ്ട്. എല്ലാവരും സാധാരണക്കാരാണ്. അന്നന്ന് പണിയെടുത്തിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇത്രയും വിഷമമുള്ള ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം എല്ലാവരും കാണണം. മാസങ്ങളായി കുടിവെള്ളത്തിന് നട്ടം തിരിയുകയാണെന്നും 650 രൂപ ചിലവാക്കിയാണ് ടാങ്ക് വെള്ളം വാങ്ങി കൊണ്ടുവരുന്നതെന്നും വീട്ടമ്മമാർ ഉദ്യോഗസ്ഥയെ ധരിപ്പിച്ചു. പ്രതിഷേധം ശക്തമായി. വിവരമറിയിച്ചതോടെ വാടനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ്, പഞ്ചായത്ത് അംഗം MS സുജിത്ത്, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നിസാർ, CPM നേതാക്കളായ KA വിശ്വംഭരൻ, BA ഷാജുദ്ദീൻ, KK അനിൽകുമാർ എന്നിവരും സ്ഥലത്തെത്തി. പരിഹാരം കണ്ടില്ലെങ്കിൽ പിരിഞ്ഞു പോകില്ലെന്നും കുത്തിയിരിപ്പ് സമരം നടത്തുമെന്നും വീട്ടമ്മമാർ തറപ്പിച്ചു പറഞ്ഞു. പുതിയ പൈപ്പ് സ്ഥാപിച്ചതിന് ശേഷം വെള്ളം എത്തിയെന്നും പൈപ്പ് പൊട്ടിയതോടെ കുടിവെള്ള വിതരണം മുടങ്ങിയതെന്നും പൊട്ടിയ പൈപ്പ് മാറ്റി കുടിവെള്ള വിതരണം ആരംഭിച്ചതായും അടുത്ത ദിവസത്തിനുള്ളിൽ വെള്ളം എത്തിയില്ലെങ്കിൽ പരിശോധന നടത്തി തടസ്സം നീക്കി വെള്ളം എത്തിക്കുമെന്ന ഉദ്യോഗസ്ഥയുടെ ഉറപ്പിലാണ് വീട്ടമ്മമാരുടെ പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത്. ഇനിയും വെള്ളം എത്തിയില്ലെങ്കിൽ വീണ്ടും ശക്തമായ സമരവുമായി ഇറങ്ങുമെന്ന് വീട്ടമ്മമാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സമരത്തിന് മിനി സുധർമ്മൻ, ധന്യ, നസീറ, സജിനി, കബീർ എന്നിവർ നേതൃത്വം നൽകി. പുഴയോര മേഖലയിലെ കിണറുകളിൽ ഉപ്പുവെള്ളമായതോടെ ഇവിടുത്തുകാർ കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും കുളിക്കാനും വസ്ത്രം കഴുകാനും വാട്ടർ അതോറിറ്റിയുടെ ടാപ്പുകളിലെ വെള്ളമാണ് ഉപയോഗിക്കാറ്. ഈ കുടിവെള്ള വിതരണമാണ് മാസങ്ങളായി നിലച്ചത്.
വാടനപ്പള്ളി പരേതനായ മാങ്ങൻ ഫ്രാൻസിസിന്റെ ഭാര്യ മേരി നിര്യാതയായി 84 വയസ്സായിരുന്നു. സംസ്കാര ശുശ്രൂഷ വ്യാഴാഴ്ച രാവിലെ 10:30 വാടനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ നടത്തും. ജോൺസൺ, ജോസ്, ജോയ്, ജോളി, ജോബി എന്നിവർ മക്കളാണ്. റെജി, റോസ്മണി, ഐറിൻ, ജോഫി, ടിൻസി എന്നിവർ മരുമക്കളും. പരേതയുടെ നേത്രപടലങ്ങൾ വാടനപ്പള്ളി സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ സംഘടനയുടെ നേതൃത്വത്തിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ നേത്ര ബാങ്കിലേക്ക് ദാനം ചെയ്തു. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കലോത്സവ പൂരത്തിന് കൊടിയേറി. ഇനി 5 നാൾ കൗമാര കലാപൂരം. തൃപ്പയാർ തേവരെ വണങ്ങാനായി രാമനെത്തി. തളിക്കുളത്തെ കുടിവെള്ള പദ്ധതി, കായലോര നിവാസികൾ കുടിച്ചിരുന്നത് മലിനജലം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.